ലൈഫിൽ ഇനി അങ്ങോട്ട് എന്നും ഹാപ്പി ആയിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഇതെന്ത് ചോദ്യമല്ലേ, ഇങ്ങനെ ആഗ്രഹിക്കാത്ത ആരോ ഉള്ളത്. അപ്പോൾ ഞാൻ കുറച്ച് മാസങ്ങളായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു കാര്യം ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം. ഇത് വർക്കൗട്ട് ആവുന്നുണ്ട്, അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഈ ഒരു കാര്യം ചെയ്യാനായിട്ട് ഒരു 10 മിനിറ്റ് സമയം വേണം എല്ലാ ദിവസവും. അപ്പോൾ നിങ്ങളത് വീട്ടിലിരുന്ന് ചെയ്യണ്ട. വൈകിട്ട് ഓഫീസിൽ നിന്നും വീട്ടിലെത്തുന്നതിനിടയിൽ കുറച്ച് സമയം ആരും ഡിസ്റ്റർബ് ചെയ്യാതെ ഒരു 10 മിനിറ്റ് ഉണ്ടാക്കിയിട്ട് അവിടെ ഇരുന്ന് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഇനി വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് നേരത്തേക്ക് എന്നെ ആരും ഡിസ്റ്റർബ് ചെയ്യരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലുള്ളവർ അനുസരിക്കുമെങ്കിൽ വീട്ടിലിരുന്നും ചെയ്യാം. സോ നിങ്ങൾ ഒരു ഫ്രീ ആയിട്ടുള്ളൊരു സ്ഥലത്ത് കംഫർട്ടബിളായിട്ട് ഇരുന്നിട്ട് നിങ്ങളോട് ചില ചോദ്യങ്ങൾ ചോദിക്കണം. ആദ്യം ചോദിക്കേണ്ടത്, ഇന്ന് ഞാൻ ആസ്വദിച്ച് ചെയ്ത ഒരു കാര്യം എന്താണെന്നാണ്. ചെറിയ കാര്യങ്ങൾ മതി. അതായത് ഇപ്പോൾ നമ്മൾ രാവിലെ ചായ കുടിക്കുന്നു, വേറെ ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാതെ ആസ്വദിച്ചൊരു ചായ കുടിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അത് മതി. അങ്ങനെ നിങ്ങൾ ശരിക്കും എൻജോയ് ചെയ്ത ഒരു മൊമെൻ്റ് ഏതാണ് എന്ന് സ്വയം ഒന്ന് ആലോചിക്കുക. അങ്ങനെ ഒരു മൊമെൻ്റ് ഇല്ലെങ്കിൽ നാളത്തെ ദിവസം കോൺഷ്യസ് ആയിട്ട് അതിനു വേണ്ടി ഒരു എഫർട്ട് ഇടുക. അതായത് ഒരു ചെറിയ കാര്യം നാളത്തെ ദിവസം ഞാൻ സ്വയം എൻജോയ് ചെയ്തിരിക്കും, അതിനുവേണ്ടി ഒരു എഫർട്ട് ഇട്ടിട്ട് ഒരു കാര്യം നിങ്ങളങ്ങനെ ചെയ്യുക. സോ നാളെ വൈകുന്നേരം ഇങ്ങനെ ഞാൻ എന്താണ് എൻജോയ് ചെയ്തത് എന്ന ചോദ്യത്തിന് നിങ്ങളുടെ കയ്യിൽ കൃത്യമായിട്ടൊരു മറുപടി ഉണ്ടാവും. സോ അത് നിങ്ങൾക്കൊരു ഫീൽ ഗുഡ് ഫീല് തരുന്നൊരു കാര്യമായിരിക്കും. ഇനി രണ്ടാമത്തെ ചോദ്യം, ഇന്നത്തെ ഒരു ദിവസം നിങ്ങൾ എന്തിനാണ് ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ളത്? ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഒരു ബ്ലെസ്സിങ് എന്താണ്? അതും വലിയൊരു കാര്യമാവണമെന്നില്ല. ഇന്ന് എനിക്ക് 3 നേരം കൃത്യമായിട്ട് ഭക്ഷണം കിട്ടി. ഞാൻ കുക്ക് ചെയ്യാതെ തന്നെ എൻ്റെ വൈഫ് അല്ലെങ്കിൽ അമ്മ എനിക്ക് ഭക്ഷണം ഉണ്ടാക്കി തന്നു, അതിന് ഞാൻ ഗ്രേറ്റ്ഫുള്ളാണ്. സോ അത്രയും കാര്യങ്ങളും മതി. അല്ലെങ്കിൽ ഇന്ന് നിങ്ങൾ ജോലി ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഓഫീസിൽ വേറെ ആരും നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യാൻ വന്നില്ല. സോ ത്രൂ ഔട്ട് ദ ഡേ എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് ജോലി ചെയ്യാൻ പറ്റി, അതിന് ഞാൻ ഗ്രേറ്റ്ഫുള്ളാണ്. അല്ലെങ്കിൽ ഇന്ന് എനിക്ക് ഓഫീസിൽ ഒരു അപ്രീസിയേഷൻ കിട്ടി, അതിന് ഞാൻ ഗ്രേറ്റ്ഫുള്ളാണ്. അങ്ങനെ നിങ്ങൾക്ക് ഇന്നത്തെ ഒരു ദിവസം നിങ്ങൾക്കൊരു ബ്ലെസ്സിങ് ആയിട്ട് നിങ്ങൾക്കൊരു കൃതജ്ഞത തോന്നുന്ന, ഞാൻ ഗ്രേറ്റ്ഫുള്ളാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഒരു കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അത് ആലോചിക്കുമ്പോൾ തന്നെ വീണ്ടും നിങ്ങൾക്ക് ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റും. ഇനി മൂന്നാമത്തെ ചോദ്യം, നിങ്ങൾ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ചെയ്ത ഒരു കാര്യം. ഞാൻ എനിക്ക് വേണ്ടി ഇപ്പോൾ എന്താ ചെയ്തതെന്ന് ചോദിച്ചാൽ, ഞാൻ ഇന്ന് 3 ലിറ്റർ വെള്ളം കുടിച്ചു. അത് ഞാൻ എൻ്റെ ആരോഗ്യത്തിന് വേണ്ടി ചെയ്തൊരു കാര്യമാണ്. ഞാൻ ഇന്ന് രാവിലെ നടക്കാൻ പോയി, അത് ഞാൻ എനിക്ക് വേണ്ടി ചെയ്തൊരു കാര്യമാണ്. ഞാൻ ഇന്ന് രാവിലെ വർക്കൗട്ട് ചെയ്തു, അത് ഞാൻ എനിക്ക് വേണ്ടി ചെയ്തൊരു കാര്യമാണ്. ഞാൻ ഇന്നൊരു എണ്ണക്കടി കഴിച്ചില്ല, അത് ഞാൻ എനിക്ക് വേണ്ടി ചെയ്തൊരു കാര്യമാണ്. അല്ലെങ്കിൽ ഞാൻ ഇന്നലെ നന്നായിട്ട് ഉറങ്ങി, 8 മണിക്കൂർ കൃത്യമായിട്ട് ഉറങ്ങി, ഇല്ലെങ്കിൽ ഫോണിൻ്റെ ഉപയോഗം കുറച്ചു. അങ്ങനെ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്ത ഒരു ചെറിയ കാര്യം, ആ ചെറിയ കാര്യം ഒരെണ്ണമെങ്കിലും നിങ്ങൾ അന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളത് ഹാപ്പിയാക്കും. ഒന്നിൽ കൂടുതൽ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതെല്ലാം ഓർത്ത് സ്വയം നല്ല രീതിയിൽ ഹാപ്പി ആവാം. ഇനി ഒരു ദിവസം നിങ്ങൾ നോക്കുമ്പോൾ ഞാൻ എനിക്ക് വേണ്ടി പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല എന്ന് തോന്നുകയാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അടുത്ത ദിവസം അതിനു വേണ്ടി ഒരു കോൺഷ്യസ് എഫർട്ട് ഇടുക. നാളെ നിങ്ങൾ ഫാമിലിയിലുള്ളവർക്ക് വേണ്ടി പലതും ചെയ്യേണ്ടി വരും, ഓഫീസിൽ പോയാൽ അവിടെയും പലതും ചെയ്യേണ്ടി വരും. കൂട്ടത്തിൽ നിങ്ങൾക്ക് വേണ്ടിയും എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുക. സോ നാളെ വൈകിട്ട് നിങ്ങൾക്ക് അത് ഓർത്തിട്ട് സ്വയം ഹാപ്പി ആവാൻ പറ്റുമല്ലോ. ഇനി അടുത്തത്, ഇന്നത്തെ ഒരു ചെറിയ വിജയം. അത് ചിലപ്പോൾ ഓഫീസിലെ എന്തെങ്കിലും ഒരു ടാസ്ക് കൃത്യസമയത്ത് ചെയ്ത് തീർത്തതാവാം. ഇനി സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഹോംവർക്ക് തന്നതോ അല്ലെങ്കിൽ അവിടെ തന്ന ഒരു ടാസ്ക് നിങ്ങൾ കൃത്യമായി ചെയ്ത് തീർത്താവാം. ഇനി ഇതൊന്നും വേണ്ട, നിങ്ങൾ ഇന്ന് കൃത്യസമയത്ത് ബസ് സ്റ്റോപ്പിലെത്തി, അത് നിങ്ങളുടെ ഒരു വിജയമാണ്. നിങ്ങൾ കൃത്യസമയത്ത് വണ്ടി ഓടിച്ച് ഓഫീസിലെത്തി, അത് നിങ്ങളുടെ ഒരു വിജയമാണ്. അങ്ങനെ ഒരു സ്മോൾ വിൻ നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് ചെറിയ വിജയങ്ങൾ മതി. ലൈഫിൽ വലിയൊരു അച്ചീവ്മെൻറ്റ് സംഭവിക്കണമെന്നില്ല. ഇനി നിങ്ങൾ ഇന്ന് ഒരു 10 പേജ് ഒരു പുസ്തകം വായിച്ചു എന്ന് വിചാരിക്കുക, അതൊരു വിന്നാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ കാര്യങ്ങൾ, ഇപ്പോൾ ഒരു ദിവസം 3 ലിറ്റർ വെള്ളം കുടിക്കണം നിങ്ങൾ ആഗ്രഹിച്ചു, അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയെങ്കിൽ അതും ഇന്നത്തെ ഒരു സ്മോൾ വിന്നാണ്. അങ്ങനെ ഒരു ചെറിയ വിജയം എല്ലാ ദിവസവും വൈകുന്നേരം ഒന്ന് ആലോചിക്കുക, ആ ഒരു വിജയം നിങ്ങൾ ആസ്വദിക്കുക. സോ അതും നിങ്ങളെ ഹാപ്പിയാക്കും. ഇനി അടുത്തായിട്ട് ചെയ്യാനുള്ളത് നാളത്തേക്കുള്ള പ്ലാൻ. നാളെ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്? നേരത്തെ പറഞ്ഞ പോലെ ഹെൽത്തിന് വേണ്ടി ഞാൻ നടക്കാൻ പോകുന്നുണ്ടോ, വർക്കൗട്ടിന് പോകുന്നുണ്ടോ, വെള്ളം ഇത്ര കുടിക്കാൻ പോകുന്നുണ്ടോ, എണ്ണക്കടി ഒഴിവാക്കുന്നുണ്ടോ, മധുരം ഒഴിവാക്കുന്നുണ്ടോ, നന്നായിട്ട് ഉറങ്ങുന്നുണ്ടോ? അങ്ങനെ നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ പ്ലാൻ ചെയ്യുക. പിന്നെ ഓഫീസിലും പേഴ്സണൽ ലൈഫിലും വേറെ പ്ലാനുകൾ ഉണ്ടെങ്കിൽ അതും കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുക. സോ ആ ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ അന്ന് രാത്രി കിടന്നുറങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം നാളെ എന്താണ് ചെയ്യാൻ പോകുന്നത്. അത് ഓരോന്നോരോന്നായിട്ട് ചെയ്ത് കഴിയുമ്പോൾ, ഓരോ ടാസ്കും കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു ഹൈ കിട്ടും. സോ ഈ ഒരു 5 ചോദ്യം എല്ലാ ദിവസവും വൈകിട്ട് നിങ്ങൾക്ക് ചോദിച്ച് ഇതിനൊരു മറുപടി കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ദിവസവും ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റും. നമുക്ക് പലപ്പോഴും പറ്റിപ്പോകുന്നത് ലൈഫിലെ വലിയ വിജയങ്ങളും വലിയ അച്ചീവ്മെൻ്റൊക്കെ നമ്മൾ ഓർക്കും, പിന്നീട് അങ്ങോട്ട് ലൈഫിൽ ഒന്നും സംഭവിക്കുന്നില്ല എന്നാണ് നമ്മൾ വിചാരിക്കുക. പക്ഷേ എല്ലാ ദിവസവും ഇതുപോലുള്ള ചെറിയ എലമെൻറ്റുകളുണ്ട്. അതുണ്ടെങ്കിൽ തന്നെ
നമുക്ക് നന്നായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റും. എനിക്കിത് നല്ല രീതിക്ക് വർക്കൗട്ട് ആയിട്ടുണ്ട്. ആ വർക്കൗട്ട് ആയതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത്. സോ ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. എന്നിട്ട് വർക്കൗട്ട് ആണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയുടെ അടുത്തൊക്കെ പറ ഇതുപോലെ ചെയ്ത് നോക്കാൻ. എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കട്ടെ എന്ന്. സോ ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നിയാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു കാര്യം പറയാൻ വേണ്ടി വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.